അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ചെമ്മീൻ ബിരിയാണി റെസിപ്പി ആയിട്ടോട്ടാണ്. അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ്, കണ്ണൂർ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. എൻ്റെതായ റെസിപ്പിയാണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കൂടുതൽ ചേരുവകളൊന്നുമില്ല, അതുകൊണ്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ചെമ്മീൻ ബിരിയാണി മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചെമ്മീൻ വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരമണിക്കൂർ പുരട്ടി വെച്ചതായത്. 3 വലിയ സൈസ് തക്കാളി, 2 ടേബിൾ സ്പൂണ് പച്ചമുളക് ചതച്ചത്, ഇത് ഒരു 6 പച്ചമുളകുണ്ട്, 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ഉള്ളി വലിയ ഉള്ളി മുറിച്ചെടുത്തിട്ടുണ്ട്, 2 വലിയ ഉള്ളി ബ്രൗൺ ആക്കി എടുത്തത്, മല്ലിയില, പുതിനയില, ഓയിൽ, ഉപ്പ്, തൈര്. മസാല റെഡിയാക്കാം. ഇനി സ്റ്റവ് ഓണാക്കി കൊടുക്കാം. ഇതിലേക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ചൂടായി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ചെമ്മീൻ പൊരിച്ചെടുക്കാം. അതിനാവശ്യമായ ഓയിൽ ഒഴിച്ചെടുക്കാം. കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് മസാല റെഡിയാക്കാം. കൂടുതലൊന്നും ഫ്രൈ ചെയ്യണ്ട, കുറച്ചൊരു ചെറുങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം, മറിച്ചിട്ട് കൊടുക്കാം. ഫുൾ ഫ്ലെയിമിലായിരിക്കണം ഈ പൊരിച്ചെടുക്കേണ്ടത്. ചെറിയ ഫ്ലെയിം ആകുമ്പോൾ ഇതിന് ചെമ്മീൻ നല്ലപോലെ വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് എന്തായാലും ഫുൾ ഫ്ലെയിമിൽ പൊരിച്ചെടുക്കാൻ മതി. ഫുൾ ഫ്ലെയിമിലായിട്ട് പോലും വെള്ളം വന്നിട്ടായിരുന്നത്. ഇനി വെള്ളം വറ്റി കിട്ടണം. ഫ്രൈ ആയിട്ടുണ്ട്. കൂടുതൽ ഫ്രൈ ആയാലും ചെമ്മീൻ വരുമ്പോൾ വെക്കും, അതുകൊണ്ട് ലൈറ്റ് ഫ്രൈ ആകാവും. ബ്രൗണായി ഇട്ടിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, ഇത് മാറ്റി വെക്കാം. ഇനി അതേ ഫ്രൈ പാനിൽ തന്നെ നമുക്ക് ഉള്ളി ബ്രൗൺ ആക്കാം, മസാല റെഡിയാക്കാം. കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ചൊരു ടേബിൾ സ്പൂൺ മാത്രം. ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ മസാല ചെമ്മീൻ പൊരിച്ച അതേ ഓയിൽ തന്നെ ആക്കിയാൽ മസാലയിൽ നല്ല ഫ്ലേവർ വരും, നല്ല ടേസ്റ്റ് ഉണ്ടാവും ബിരിയാണി വെച്ചാൽ. ഉള്ളി മുറിക്കുമ്പോൾ നല്ല നേർങ്ങനെ മുറിക്കണം, എന്നാലേ പെട്ടെന്ന് ബിരിയാണി ബ്രൗണായി കിട്ടി വരുള്ളൂ. പിന്നെ മസാലയിൽ അത് അടിഞ്ഞ് കിട്ടും, അല്ലെങ്കിൽ ഉള്ളി വേറെ തന്നെ മസാലയിൽ കാണും. അത് നേർങ്ങനെ ചെറുങ്ങനെ നേരിയ മതി മുറിച്ചാൽ മസാലയിൽ ബിരിയാണി ഇടുമ്പോൾ മസാലയിൽ ഉള്ളി ഉണ്ടാവില്ല. പക്ഷേ ഉള്ളി ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് സ്ലോ ചെയ്യാം, ചെറിയ തീയാക്കാം. വെളുത്തുള്ളിയൊക്കെ കൊടുക്കുമ്പോഴേക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കണം. ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നല്ലപോലെ ഇളക്കി ബ്രൗണാക്കുക. ഈ പച്ചമുളക് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ എല്ലാം പച്ച മണം ഒന്ന് മാറട്ടെ. ചെമ്മീനിൽ ഉപ്പ് ചേർത്തുകൊണ്ട് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മസാലയെല്ലാം ആയതിനു ശേഷം നോക്കിയിട്ട് ചേർക്കാം. ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെ വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. കുറച്ച് തീ അധികമാക്കി കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. തുറന്നു നോക്കാം. ആ മസാലയൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഒന്ന് അരിഞ്ഞോട്ടെ. തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡിയാക്കി വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. കുറച്ച് പുതിനയില. ചെമ്മീൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഞാനൊരു കറിവേപ്പിലൻ്റെ തണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വയ്യ മസാല ആക്കുമ്പോൾ എടുത്ത് കളയാം. അതിൻ്റെ ഫ്ലേവർ മസാലയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ്. അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. മസാല റെഡിയായി. ചെമ്മീൻ്റെ മണമൊക്കെ വന്നിട്ടുണ്ട്. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് ആവശ്യത്തിനുണ്ട്. ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ മസാലയിലൊക്കെ വന്ന് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ബിരിയാണിക്ക് വേണ്ടുന്ന ചോറുണ്ടാക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി 1/2 കിലോ ചെമ്മീന് ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കൈമ അരിയാണ് എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി എടുക്കാം. ഗീ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഗരം മസാല, ഒരു ബേ ലീഫ്, ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 1 ഏലക്കായ്. നമുക്ക് നെയ്ച്ചോറുണ്ടാക്കാം. ബിരിയാണി സ്റ്റവ് ഓണാക്കി ഒരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓയിൽ ചേർക്കാം. ഞാൻ ഓയിൽ ചേർക്കുന്നില്ല ഇതിൽ. ഗീ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഗ്രാമ്പു, കറുപ്പ, ഏലക്ക, കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ബസ്മതി അരിയാണെങ്കിൽ 1 കപ്പിന് 2 കപ്പന്നെ ഒഴിക്കണം. ഇത് കാമ അരി ആയതുകൊണ്ട് 1-ന് 1.5 കപ്പാണ് ഒഴിക്കേണ്ടത്. ഇപ്പം ഞാൻ 3-ന് 4.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഓരോരാൾക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം തിളച്ചിട്ടുണ്ട്. അരി ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 മുറി ചെറുനാരങ്ങ നീര്. അത് ഈ ചോറ് ഒട്ടിപ്പിടിക്കുന്നതിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അടച്ചു വെച്ചിട്ട് വെള്ളം വറ്റുന്നവരെ ഫുൾ തീയിൽ വേവിക്കാം. തുറന്നു നോക്കാം. വെള്ളം വറ്റാൻ 5 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ചെറിയ തീയിൽ 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം. തുറന്നു നോക്കാം. നെയ്ച്ചോറായിട്ടുണ്ട്. നമുക്ക് ബിരിയാണി ദമ്മിടാം. ഇതിൽ കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ലെയറിൽ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, റോസ് വാട്ടറിൽ ഫുഡ് കളർ കലർത്തിയ കുറച്ച് വെച്ച് കൊടുക്കുന്നത് ഒരു കളറിന് വേണ്ടിയാണ്. ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പില മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു ലെയർ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ വീണ്ടും ചോറിട്ട് കൊടുക്കാം. ലൈം ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ കണ്ട ഒറ്റ വിട്ട് നിൽക്കുന്നുണ്ട് ചോറ്. ഗരം മസാല ഒന്നും വേണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് മാറ്റിയാൽ മതി.
വീണ്ടും അതുപോലെ തന്നെ ഗരം മസാല. ഇത് ഞാൻ വീട്ടിൽ നിന്ന് പൊടിച്ചെടുത്തതാണ്. പുതിനയില, മല്ലിയില, റോസ് വാട്ടർ കുറച്ച് മാത്രം, 1/4 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. വീണ്ടും നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. ഇതിൽ ചോറ് ഇട്ട് കൊടുക്കാം. ബേ ലീഫ് മാറ്റി കൊടുക്കുന്നത്. നല്ല കണ്ണൂർ സ്റ്റൈൽ ബിരിയാണിയാണ് ഇത്. സ്ഥിരം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ. നല്ല ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ചെമ്മീൻ ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ. വീണ്ടും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, മല്ലിയില, പുതിനയില, പിന്നെ കുറച്ച് റോസ് വാട്ടർ. കുറച്ച് ഫ്രൈ ചെയ്ത ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് മേലിൽ. കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്തതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് നല്ലപോലെ അടച്ചിട്ട് ദമ്മിടാം. ഞാൻ ചെറിയൊരു ഓട്ട ഇടങ്ങനെ കുഴി വെച്ച് കൊടുക്കുന്നുണ്ട്. 3 സ്ഥലത്തായിട്ട് പെട്ടെന്ന് ആവി മേലോട്ട് വരാനാണ്. ഇത് അടച്ചു കൊടുക്കുന്നുണ്ട്. ഒരു അലൂമിനിയം ഫോയിൽ എടുത്തിട്ട് ഈ ഓട്ട അടച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ ഒരു ക്ലോത്തും കൂടി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ ഒരു തടിച്ച നല്ല ഒരു കട്ടിയുള്ള തുണി വെച്ച് കൊടുക്കാം. ചൂട് അവിടെ തന്നെ നിൽക്കും. താഴേക്ക് ഇറങ്ങി നിൽക്കാൻ പാടില്ല. തീ അതിൻ്റെ മേലെ പിടിച്ചു പോകും. മടക്കി വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് ചെറിയ തീയിലാണ് ഞാൻ ദമ്മിട്ടിട്ടത്. അത് നമുക്കൊന്ന് മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ മറ്റുള്ള വീഡിയോസും ഒന്ന് കാണണം. താങ്ക് യു.